എല്ലാവർക്കും പ്രിയാസ് തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ഒരു അടിപൊളി ബീഫ് ബിരിയാണി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പം നാളെ ക്രിസ്മസ് ഒക്കെ വരില്ലേ, നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു അടിപൊളി ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ സവാള വേഗം ഒന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഇത് പച്ചമുളക് ഒരു 10 ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിൽ ഞാൻ മുളക് പൊടി ചേർക്കണില്ല. നമുക്കുള്ളത് പച്ചമുളകും കുരുമുളകിൻ്റെ എരിവ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇത് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ്, കുറച്ച് വലിയ തക്കാളിയാണ്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇനി അതിലേക്ക് 1 കപ്പ് മല്ലിയുടെ ഇല അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് പുതിനയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ശരിക്കും ഈ ബിരിയാണിയുടെ ഫ്ലേവർ തരുന്നത് ഈ മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും കൂടിയിട്ടാണ് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ തരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊക്കെ നന്നായിട്ട് ആ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറണ വരെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ആ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുന്നതിന് മുന്നെയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഉള്ളി വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങളാണ്. 1/2 കിലോ ബീഫാണ്. അപ്പോൾ 1/2 കിലോ ബീഫാണെങ്കിൽ നമ്മൾ 1/2 കിലോ അരി അതിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുക്കുന്നത്. അരി നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മളത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പം നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, നമ്മൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി ഞാനിവിടെ ഒരു 4 വിസിലാണ് അടിച്ചത്. അത് ഓരോരുത്തരുടെ മേടിക്കുന്ന ബീഫിൻ്റെയും കുക്കറിൻ്റെയും വ്യത്യാസം അനുസരിച്ചിട്ട് വിസിലിൻ്റെ ഇത് വ്യത്യാസം വരും. അപ്പം നിങ്ങൾ ആദ്യം ഒരു 2 വിസിലടിച്ചിട്ട് തുറന്ന് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി, വിസിലടിച്ചിട്ട് എടുത്താൽ മതി. പൊതുവെ ഒരു നല്ല ബീഫൊക്കെ ആണെങ്കിൽ 4 വിസിലുകൊണ്ടൊക്കെ ശരിക്കും വെന്ത് കിട്ടേണ്ടതാണ്. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിക്കുള്ള പരിപാടി നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. 1 പിടി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനി കോരി മാറ്റാം. ഇനി അതിലേക്ക് ഒരു 2 സവാള നല്ലോണം കനം കുറച്ചരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ വറുത്തെടുക്കാം.
അതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നല്ല അപ്പോൾ നമുക്ക് ഈ ഉള്ളി വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ കളർ വരണം, നമ്മളൊരു ഗോൾഡൻ ഷെയ്ഡ് വരണം. അപ്പോൾ നമുക്കത് കോരി മാറ്റാം. അപ്പോൾ ഞാനിവിടെ വേറെയും ബിരിയാണികളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ഇട്ടിട്ടുണ്ട്, മട്ടൻ ബിരിയാണി ഇട്ടിട്ടുണ്ട്, പിന്നെ മന്തി, ഏത് റൈസ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമ്മുടെ ഇതേ ഉള്ളിയൊക്കെ നമ്മൾ കോരി മാറ്റുകയാണ്. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി റൈസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അരി വാർക്കല്ല ചെയ്യണത്, നമ്മൾ അതിൽ തന്നെ ഇട്ട് വറ്റിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യണത്. ഇത് ഞാൻ ഒരു 10 മിനിറ്റ് കഴുകിയിട്ട് നന്നായി കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ജീരകശാല അരിയാണ്. 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഈ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ട് എടുക്കാം. അതിലേക്ക് ഞാനൊരു 3 ഏലക്ക, ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 3 ഗ്രാമ്പു ഇത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തിട്ട് എടുക്കാം. അപ്പോൾ കളറ് മാറൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു വെള്ളമൊക്കെ നന്നായി വറ്റി ഒരു ഡ്രൈ ആയിട്ട് വന്നാൽ മതി. ഇത് ഒരു 4 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിയാണ് എടുക്കണമെങ്കിൽ 4 കപ്പ് വെള്ളം എടുക്കുക. തിളപ്പിച്ചെടുക്കുക നല്ലത്, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ ആ വെള്ളം ചൂടായിട്ട് വരണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 പുതിനയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചൂടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കണം നല്ലത്. എന്നിട്ട് ആ കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരിയും വെള്ളവും കൂടിയിട്ട് ഒരു ലെവലാവുമ്പോൾ നമ്മൾ പിന്നെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വേവിക്കാം. അപ്പോൾ അരിയും വെള്ളവും കൂടിയിട്ട് ഒരു ലെവലിലായിട്ടുണ്ട്. അപ്പം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ്. അതൊരു 15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വെള്ളം നല്ലോണം ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോഴാണ് അരി കറക്റ്റായിട്ട് വെന്തിട്ട് വരുള്ളൂ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഗ്രേവി ഞാൻ കുക്കർ തുറന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കുറച്ചധികം ഗ്രേവി ഉണ്ടെന്ന്. പക്ഷെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് കോരി എടുത്തിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് പുതിന, പിന്നെ മല്ലിയുടെ ഇല, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തത് അതൊക്കെ ഇട്ടിട്ട് അലങ്കരിക്കാം. അപ്പം നിങ്ങൾ അരി ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 3 കപ്പ് വെള്ളം ചേർത്താൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഓൾറെഡി അതിലിരുന്നിട്ട് നല്ലോണം വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ 1 മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ 3 കപ്പ് വെള്ളമൊക്കെയാണ് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ 10 മിനിറ്റൊക്കെയാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ 4 കപ്പ് വെള്ളം ഒഴിക്കാം. അവസാനത്തെ ലെയർ റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഉള്ളി വറുത്ത് വെച്ചതും പുതിനയുടെ ഇലയും മല്ലിയുടെ ഇല അരിഞ്ഞതും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് അടച്ചു വെച്ചിട്ട് നമുക്കത് ദമ്മിടാം. ആ ദമ്മിടുന്ന നേരം കൊണ്ട് ആ മസാലയുടെ ഒരു ഫ്ലേവറും ഇതൊക്കെ അരിയിലേക്ക് പിടിക്കും. അപ്പോൾ ഇതിങ്ങനെ അടച്ച് ടൈറ്റാക്കി വെച്ചിട്ട് ഒരു ദോശക്കല്ല് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം കുറയ്ക്കുക. നല്ലോണം ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം കയറ്റി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കതൊന്ന് ദമ്മിടാം. അപ്പോൾ അത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആവി വരുന്നത് കണ്ടില്ലേ. ഇപ്പം അതിൽ ആ മസാലയുടെ മണമൊക്കെ നന്നായിട്ട് ഫ്ലേവറൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേ ഞാൻ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളി, നല്ല അടിപൊളി ടേസ്റ്റ് ബീഫ് ബിരിയാണി. അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയുകയും വേണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.